ചൈനയുടെ കൃത്രിമ സൂര്യൻ എന്ന് അറിയപ്പെടുന്ന എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിംഗ് ടോഗമാഗ് അഥവാ EAST 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനില 18 മിനിറ്റ് നിലനിർത്തി ഒരു പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. ഈ നേട്ടം നിയന്ത്രിത ന്യൂക്ലിയർ ഫ്യൂഷൻ സാധ്യമാക്കുന്നതിലെ ഒരു വലിയ മുന്നേറ്റമാണ്. സൂര്യന്റെ ഊർജ്ജ ഉത്പാദന പ്രക്രിയ അതേപടി അനുകരിക്കുന്ന ഈ സാങ്കേതികവിദ്യ ശുദ്ധവും സുസ്ഥിരവും ഏതാണ്ട് അനന്തമായി നീണ്ടുനിൽക്കുന്ന ഊർജ്ജ സ്രോതസ് നൽകാനുള്ള സാധ്യതയുണ്ട്. ചൈനയിലെ ഹെഫെയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സയൻസിലാണ് EAST സ്ഥിതി ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷൻ സാധ്യമാക്കുന്നതിന് വളരെയധികം താപനിലയും മർദ്ദവും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. 100 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് താപനില, അതായത് സൂര്യന്റെ കാമ്പിനേക്കാൾ 7 മടങ്ങ് കൂടുതൽ, 18 മിനിറ്റ് നിലനിർത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇത് ഫ്യൂഷൻ ആവശ്യമായ പ്ലാസ്മ സ്ഥിരതയിലെത്തുന്നതിൽ ഒരു വലിയ മുന്നേറ്റമാണ്. ഈ വിജയം ചൈനയ്ക്ക് മാത്രമല്ല, ലോകത്തിനു മുഴുവനും ഒരു വിജയമാണ്. ഫ്യൂഷൻ ഊർജ്ജം ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം വിഷമുക്തവും സുസ്ഥിരവുമായ ഒരു ഊർജ്ജ സ്രോതസ് നൽകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ഇത് ഊർജ്ജ സംരക്ഷണവും കാലാവസ്ഥാ മാറ്റവും പോലുള്ള ലോകത്തെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു പരിഹാരമാകും. EASTയുടെ ഈ നേട്ടം ഇന്റർനാഷണൽ തെർമോന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ പ്രോജക്റ്റിനെയും പിന്തുണയ്ക്കുന്നു. ഇത് ഫ്യൂഷൻ പവർ വാണിജ്യപരമായി സാധ്യമാക്കുന്നതിനായി ലോകമെമ്പാടുമുള്ള ഒരു സഹകരണ പ്രോജക്റ്റാണ്. ഇനിയും പല വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ നേട്ടം ഫ്യൂഷൻ ഊർജ്ജം നമ്മുടെ ലോകത്തെ ശക്തിപ്പെടുത്തുന്ന ഭാവിയിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. ചൈനയുടെ ഈ നേട്ടം ലോകത്തെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ അന്താരാഷ്ട്ര ശാസ്ത്ര സഹകരണത്തിന്റെയും നൂതന ടെക്നോളജികളുടെയും ശക്തി തെളിയിക്കുന്നു.